അപ്പോ PSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിപ്പോകും. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് യുവേഫ സൂപ്പർ കപ്പിലേക്കാണ്. യുവേഫ സൂപ്പർ കപ്പ് 2026 അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കി പോകുന്നത്. ഇനി യുവേഫ സൂപ്പർ കപ്പില് വിജയികളായത് ഫ്രഞ്ച് ക്ലബായ PSG ആണ്. PSG ആണ്, പാരീസ് സെന്റ് ജെർമെയിൻ FC ആണ് യുവേഫ സൂപ്പർ കപ്പ് 2020 വിജയികളായത്. അവർ ഇംഗ്ലീഷ് ക്ലബായ ആസ്റ്റൺ വില്ലയെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലബായ ആസ്റ്റൺ വില്ലയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു യുവേഫ സൂപ്പർ കപ്പില് 2026 വിജയികളായത് ഫ്രഞ്ച് ക്ലബായ PSG ആണ്, അതായത് പാരീസ് സെന്റ് ജെർമെയിൻ FC. ഇനി ഇംഗ്ലീഷ് ക്ലബായ ആസ്റ്റൺ വില്ലയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് യുവേഫ സൂപ്പർ കപ്പ് എന്നതുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. യൂറോപ്പിലെ മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കായിക മാമാങ്കമാണ് യുവേഫ സൂപ്പർ കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അല്ലെ, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, യൂറോപ്പ ലീഗ് ഉണ്ട്. ഈ രണ്ട് ലീഗ് മത്സരങ്ങളിലെയും വിജയികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് യുവേഫ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് അല്ലെ. രണ്ട് ലീഗ് മത്സരങ്ങളുണ്ട് യൂറോപ്പിലെ. ആ രണ്ട് ലീഗ് മത്സരങ്ങളിൽ നിന്നും ഫൈനലിൽ വിജയിച്ചെത്തുന്നവരുടെ ഒരു മത്സരമാണ് സൂപ്പർ കപ്പ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ പോലെ നോക്കൌട്ട്, സെമി, ക്വാർട്ടർ, സെമി ഫൈനല്, ഫൈനല് അത്തരത്തിലുള്ള കാറ്റഗറി ഒന്നുമില്ല. ഒന്നാമത്തേത് ചാമ്പ്യൻസ് ലീഗ്, യുവേഫ ചാമ്പ്യൻസ് ലീഗും യുവേഫ യൂറോപ്പ ലീഗും, ഈ രണ്ട് ലീഗ് ഉണ്ട്. ഈ രണ്ട് ലീഗിൽ നിന്നും വിജയികൾ, അതായത് ആ രണ്ട് ലീഗുകളെയും കപ്പ് നേടിയവർ ആണ് ഈ യുവേഫ സൂപ്പർ കപ്പിനായിട്ട് ഏറ്റുമുട്ടുന്നത്. അതായത് ഒരേ ഒരു മത്സരമേ ഉള്ളൂ. ആ മത്സരം ഈ രണ്ട് വിജയികൾ തമ്മിലാണ്. അതിൽ നിന്ന് വിജയിക്കുന്ന ആളാണ് യുവേഫ സൂപ്പർ കപ്പിന്റെ ജേതാക്കളാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? അതാണ് യുവേഫ സൂപ്പർ കപ്പ് നമ്മൾ കണ്ടത്. ഇനി ഈ യുവേഫ സൂപ്പർ കപ്പ് തുടങ്ങുന്നത് 1973 മുതലാണ്. അതൊരു ഡച്ച് പത്രപ്രവർത്തകന്റെ ഒരു ആശയമായിരുന്നു. ഇങ്ങനെ ഒരു യുവേഫ രണ്ട് ലീഗ് മത്സരങ്ങളിൽ ചാമ്പ്യന്മാരാകുന്നവർ ഏറ്റുമുട്ടിയിട്ട് യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് കണ്ടെത്തുക എന്നുള്ളത് ഒരു ഡച്ച് പത്രപ്രവർത്തകന്റെ ആശയമായിരുന്നു. അത് 1973 യുവേഫ സൂപ്പർ കപ്പായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ തവണ യുവേഫ സൂപ്പർ കപ്പ് നേടിയത് റയൽ മാഡ്രിഡ് ആണ് അല്ലെ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും റയൽ മാഡ്രിഡ് ആണ് ഏറ്റവും കൂടുതൽ തവണ യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇത്തവണത്തെ 2026 വിജയികൾ പാരീസ് സെന്റ് ജെർമെയിൻ FC, അതായത് ഫ്രഞ്ച് ക്ലബായിട്ടുള്ള PSG ആണ് നേടിയത് എന്ന് പറഞ്ഞു. 2025 ഇവര് തന്നെയാണ് നേടിയത്. 2025 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളും 26 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളും ഈ ഫ്രഞ്ച് ക്ലബായിട്ടുള്ള PSG തന്നെയാണ്. ഓക്കെ, ഇനി ഇത്തവണത്തെ യുവേഫ സൂപ്പർ കപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഈ സൂപ്പർ കപ്പില് നിയന്ത്രിക്കുന്ന, അതായത് റഫറി ആയിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ ഇതര റഫറി, അങ്ങനെ ഒരു റഫറി ഈ ഒരു സൂപ്പർ കപ്പിൽ വന്നിരിക്കുകയാണ്. അതാണ് ഒമർ അർട്ടാൻ. നമ്മൾ ആ സ്ക്രീനിൽ പേര് നൽകിയിട്ടുണ്ട്, ഒമർ അർട്ടാൻ. ഇദ്ദേഹം സൊമാലിയ സ്വദേശിയാണ് അല്ലെ, സൊമാലിയക്കാരനാണ് ഈ റഫറി. അപ്പോ യൂറോ കപ്പ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ ഇതര റഫറി അതാണ് ഒമർ അർട്ടാൻ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ യുവേഫ സൂപ്പർ കപ്പ് 2026 ഉണ്ടായിട്ടുണ്ട്.
അപ്പോ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒമർ അർട്ടാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പിന്നെ ഫുട്ബോൾ ലോകകപ്പിൽ റഫറി ആയിട്ട് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. മയാമിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി. പക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 40 രാജ്യങ്ങൾക്ക് അമേരിക്ക യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40 രാജ്യങ്ങൾക്ക് അമേരിക്ക യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു രാജ്യമാണ് സൊമാലിയ. അങ്ങനെ സൊമാലിയയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു കണ്ണീർ കഥ അതിന്റെ പിറകിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ യുവേഫ സൂപ്പർ കപ്പിലേക്ക് റഫറി ആയിട്ട് ക്ഷണിക്കുന്നത്. ഓക്കെ, അപ്പോ 2 പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒമർ അർട്ടാൻ അദ്ദേഹമാണ് യുവേഫ സൂപ്പർ കപ്പ് നിയന്ത്രിച്ച ആദ്യത്തെ യൂറോപ്യൻ ഇതര റഫറി. ഓക്കെ, പിന്നെ വിജയികളെയും നമ്മൾ കണ്ടു. അതിന്റെ ഒരു ലഘു ചരിത്രവും നമ്മളൊന്ന് നോക്കിപ്പോയി. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ഓക്കെ ആണ്. യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവുകയാണ്. അതും സ്പോർട്സ് റിലേറ്റഡ് തന്നെയാണ്. കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻ അല്ലെ? ഇത്തവണത്തെ കോമൺവെൽത്ത് എവിടെയാണ് നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കോമൺവെൽത്ത് ഗെയിംസ് എവിടെയായിരുന്നു ഇത്തവണത്തേത് നടന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? കോമൺവെൽത്ത് ഗെയിംസ് ഇത്തവണത്തേത് നടന്നത് എവിടെ വെച്ചായിരുന്നു? ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണല്ലോ അല്ലെ? സ്കോട്ട്ലൻഡ് ആയിരുന്നു. സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോ ഈ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടല്ല നടന്നത്. അത് നമ്മൾ ആ സ്ലൈഡിൽ കാണിക്കുന്നു. നൈജീരിയയിലെ ലാഗോസിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടന്നത്. കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നടന്നത് 2026 കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നടന്നത് നൈജീരിയയിലെ ലാഗോസിൽ വെച്ചിട്ടാണ് കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് സ്കോട്ട്ലൻഡിൽ നടക്കാത്തത്? എന്തുകൊണ്ടാണ് കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് സ്കോട്ട്ലൻഡിൽ നടക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ ഫെൻസിങ് എന്നുള്ള കായിക മത്സരം അത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമാണോ? ഫെൻസിങ് എന്ന് പറഞ്ഞ കായിക മത്സരം, അതായത് നമ്മുടെ ഒരു വാൾപ്പയറ്റ് പോലെ അല്ലെ? ഫെൻസിങ് അറിയായിരിക്കുമല്ലോ. ഒരു വാൾപ്പയറ്റിനോട് സമാനമായിട്ടുള്ള ഒരു കായിക ഇനമാണ് അത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമാണോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടിടത്ത് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമല്ല. ആയിരുന്നു. 1970 മുതൽ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും ഈ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള കായിക വിനോദം എടുത്തു മാറ്റി. അതിനുശേഷം 74 തൊട്ട് ഈ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ അതേ വർഷം തന്നെ ഗെയിംസ് നടക്കുന്നത് എപ്പോഴാണോ അതേ വർഷം തന്നെ ഇങ്ങനെ മറ്റൊരു വേദിയിൽ വെച്ചിട്ട് ഇത് നടത്തുകയാണ് പതിവ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗം ആയിരുന്ന പിന്നീട് അല്ലാതായ ഒരു കായിക ഇനമാണ് ഫെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് മറ്റൊരു വേദിയിലാണ് അതേ വർഷം തന്നെ, കോമൺവെൽത്ത് നടക്കുന്ന അതേ വർഷം തന്നെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്തെന്നാന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തേത് നടന്നത് ഓഗസ്റ്റ് 9 തൊട്ട് 14 വരെയായിരുന്നു. അതിൽ ഇന്ത്യക്ക് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചു. അതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു ചരിത്ര വിജയം ലഭിക്കുന്നത്.
കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം ലഭിച്ചത് ഇത് ആദ്യമായിട്ടാണ്. അത് നടന്നത് നൈജീരിയയിലായിരുന്നു, ലാഗോസിലാണ്. ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ വെച്ചിട്ട് ഇത്തരത്തിൽ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ 2-3 പ്രത്യേകത നമ്മൾ പറഞ്ഞുപോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന താരം കൂടി അതിലുണ്ടായി. അതായത് അണ്ടർ 23 വനിതകളുടെ എപ്പെ വിഭാഗത്തിൽ മലയാളി താരം നിവേദ്യ എൽ നായർ വെങ്കലം നേടി. അദ്ദേഹം ഇടുക്കി രാജാക്കാട് സ്വദേശിയാണ്. ഇനി എപ്പെ എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളത്, നമ്മളിപ്പോ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെസ്റ്റ്, 2020, ഏകദിനം, അങ്ങനെയൊക്കെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ക്രിക്കറ്റിനെ, അല്ലെ? അതേപോലെ തന്നെ ഈ ഫെൻസിങ്ങിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫോയിൽ, എപ്പെ, സേബർ. ഫോയിൽ, എപ്പെ, സേബർ എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഈ ഫെൻസിങ്ങിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ എപ്പെ എന്നുള്ള വിഭാഗത്തിലാണ് നമ്മുടെ മലയാളി താരം നിവേദ്യ എൽ നായർ വെങ്കലം നേടിയത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എന്ന് പറഞ്ഞു. 35 മെഡൽ നേടിയിട്ടാണ് ഇന്ത്യ ഈ ഒരു കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയത്. 35 മെഡലുകൾ നേടി. അതിൽ 13 സ്വർണമുണ്ട്, 8 വെള്ളിയുണ്ട്, 14 വെങ്കലമുണ്ട്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നില. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലൻഡിൽ നടന്നു, പക്ഷേ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നടന്നത് നൈജീരിയയിലാണ്. ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമല്ലാത്ത ഒരു കായിക ഇനമാണ് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ്. അത് ഈ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന അതേ വർഷം തന്നെ മറ്റൊരു വേദിയിലാണ് നടക്കുക. മറ്റൊരു കാര്യം, ഇന്ത്യയാണ് ഇത്തവണത്തെ ചാമ്പ്യന്മാർ. ഇത്തവണത്തെ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചരിത്ര വിജയം നേടി, കിരീടം നേടി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഫോയിൽ, എപ്പെ, സേബർ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാള്, പിന്നെ ഈ പോയിന്റുകൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ തൊടുമ്പോഴാണ് ഇതിന് പോയിന്റുകൾ വരുന്നത്. ആ പോയിന്റുകൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സിമ്പിൾ കാര്യമാണ്. കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് ലഭിച്ചു. പിന്നെ മലയാളി താരം നിവേദ്യ എൽ നായർ വെങ്കലം നേടി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് പോവാണ്. അമോലോപ്സ് അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തവള വിഭാഗത്തെ കണ്ടെത്തിയിരിക്കുകയാണ്, അല്ലെ? അമോലോപ്സ് അമ്മച്ചി, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുതിയ ഒരു തവള വിഭാഗത്തിന്റെ പേരാണ് അമോലോപ്പസ് അമ്മച്ചി എന്ന് പറയുന്നത്. അമോലോപ്പസ് അമ്മച്ചി എന്ന് പറയുന്നത്, ഈ അമ്മച്ചി എന്ന് പറഞ്ഞത് നമ്മളിവിടെയൊക്കെ അമ്മച്ചി എന്നൊക്കെ പറയുന്നില്ലേ, അതേ സംഗതി തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ആ പേര് വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നമ്മുടെ പാലിയേറ്റീവ് സാമൂഹിക സേവന രംഗത്ത് പ്രസിദ്ധിയായിരുന്ന പത്മിനി വർക്കി എന്നുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അവരെ ആദരപൂർവ്വം ആളുകൾ വിളിച്ചിരുന്നത് അമ്മച്ചി എന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു തവളയ്ക്ക് അമ്മച്ചി എന്ന് പേര് നൽകിയത്. ഓക്കെ, പേര് നൽകിയത്. അങ്ങനെയാണ് അമോലോപ്പസ് അമ്മച്ചി എന്നുള്ളത് വന്നത്. ഇനി ഈ തവള എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്, അല്ലെ? മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ തവള കാണപ്പെടുന്നത്. ഇത് ഒരു കാസ്കേഡ് തവള വിഭാഗമാണ്, അല്ലെ? കാസ്കേഡ് തവള എന്ന് പറഞ്ഞാൽ ഈ ശക്തമായി ഒഴുകുന്ന ജലം, അല്ലെ? അരുവികള്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വെള്ളക്കെട്ടുകൾ, അല്ല വെള്ളച്ചാട്ടങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന തവളകളാണ് പൊതുവെ കാസ്കേഡ് തവളകൾ എന്നറിയപ്പെടുന്നത്. ആ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു തവളയാണ് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അമോലോപ്സ് അമ്മച്ചി എന്ന് പറയുന്ന തവള. ഓക്കെ, ഇനി ആരുടെ സ്മരണാർത്ഥമാണ് അങ്ങനെ പേര് നൽകിയിരിക്കുന്നത്?
പിന്നെ പാലിയേറ്റീവ് സാമൂഹിക സേവന മേഖലയിൽ പ്രസിദ്ധയായിരുന്ന പത്മിനി വർക്കി എന്നുള്ള ആ ഒരു വ്യക്തിയുടെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയത്. ഇനി ഇവര് നമ്മൾ പറഞ്ഞു പത്മിനി വർക്കി, അവര് മന്ത്രി CP ജോണിന്റെ ഭാര്യയുടെ അമ്മയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മന്ത്രി CP ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഏതാണ്? മന്ത്രി CP ജോൺ ഒന്ന് കമന്റ് ചെയ്യണേ. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ട്രാൻസ്പോർട്ട് ആണ്, ഗതാഗതം അല്ലെ? ഗതാഗതമാണ്. ഓക്കെ, അപ്പൊ KSRTC, ആനവണ്ടി അല്ലെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ ഈ തവളയിലേക്കും വേണമെങ്കിൽ നമുക്ക് എത്താം അല്ലെ. തവള പുതിയതായി കണ്ടെത്തിയ ഒരു തവളയാണ്. അമോലോപ്സ് അമ്മച്ചി എന്നുള്ളതാണ് പേര്. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശക്തമായി ഒഴുകുന്ന അരുവികളിലും വെള്ളച്ചാട്ടങ്ങളിലും ഒക്കെ അതിനോടനുബന്ധിച്ച് കാണപ്പെടുന്ന ഒരു തവള വിഭാഗമാണിത്. ഇനി കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ് ഇത് കണ്ടെത്തിയത്. ഇനി മറ്റൊരു ചോദ്യം ഇതോട് അനുബന്ധിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാവേ. യൂട്യൂബ് ലൈവ് കാണുന്നവരും ഒന്ന് കമന്റ് ചെയ്ത് പോവാട്ടോ. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. സുനീറ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അദ്ദേഹമാണ് ഈ ഒരു തവള വിഭാഗത്തെയും കണ്ടുപിടിച്ചിരിക്കുന്നത്. അമോലോപ്സ് അമ്മച്ചി എന്ന് പറഞ്ഞ തവള വിഭാഗത്തെ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ആരാണ്? ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ് അല്ലെ. സത്യഭാമ ദാസ് ബിജു ആണ് ഈ തവള വിഭാഗത്തെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി പാതാള തവള എന്ന് കേട്ടിട്ടുണ്ടോ? പാതാള തവള കേട്ടിട്ടുണ്ടോ? പാതാള തവള കുറച്ച് നാളുകൾക്ക് മുമ്പ് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പാതാള തവള, മാവേലിത്തവള, പാതാളത്തവള എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? പാതാളത്തവള. യെസ്, അത് കണ്ടെത്തിയതും ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ്. ഇന്ത്യയുടെ ഫ്രോഗ്മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സത്യഭാമ ദാസ് ബിജു തന്നെയാണ് ആ പാതാളത്തവളയും കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് ഓർക്കുക. അമോലോപ്സ് അമ്മച്ചി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശക്തമായി ഒഴുകുന്ന അരുവികളിലും വെള്ളച്ചാട്ടങ്ങളിലും ഒക്കെയാണ് ഇവയുടെ അധിവാസം. കണ്ടെത്തിയത് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ്. പേര് നൽകിയിരിക്കുന്നത് പാലിയേറ്റീവ് രംഗത്ത് പ്രമുഖയായിരുന്ന പത്മിനി വർക്കിയുടെ സ്മരണാർത്ഥമാണ്. അവരെ സ്നേഹത്തോടെ അമ്മച്ചി എന്നാണ് മറ്റുള്ളവർ വിളിച്ചിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഫ്രെയിം ചെയ്തു. ഇനി അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം അല്ലെ. അടുത്ത ഒരു സ്ലൈഡ് പറയുന്നത് പുതിയ 2 വിത്തിനങ്ങൾ, നെല്ലിന്റെ പുതിയ 2 വിത്തിനങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തേത് പുസ DST1 എന്നുള്ളതാണ്. പുസ DST1 എന്നുള്ളതും രണ്ടാമത്തേത് DRR ധൻ 100 കമല എന്നുള്ളതുമാണ്. ഇത് രണ്ടും ജനിതക എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള വിത്തിനങ്ങളാണ്. നെല്ലിന്റെ ജനിതക എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള വിത്തിനങ്ങളാണ് ഈ പുസ DST1, DRR ധൻ 100 കമല എന്നുള്ളത്. ഓക്കെ, ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് രണ്ടും വികസിപ്പിച്ചിരിക്കുന്നത്. ഇത് ജനിതക എഡിറ്റിംഗ് നടത്തിയ പുതിയ വിത്തിനങ്ങളാണ്. അത്തരത്തിൽ ജനിതക എഡിറ്റിംഗ് നടത്തി ആദ്യമായിട്ടാണ് ഒരു വിത്തിനം, അതായത് നെല്ലിന്റെ ഒരു വിത്തിനം പുറത്തിറക്കുന്നത്. അപ്പോൾ ഇന്ത്യ അതിൽ ഒന്നാമതെത്തി. ഇന്ത്യ ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു ഡെവലപ്പ് 2 ജീനോം എഡിറ്റഡ് റൈസ് വേരിയന്റ്. ഓക്കെ, അപ്പോ ഇന്ത്യ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യം നെല്ലിനത്തിൽ ജനിതക എഡിറ്റിംഗ് നടത്തുന്നത്.
അങ്ങനെ പുറത്തിറക്കിയിട്ടുള്ള രണ്ട് വിത്തിനങ്ങളാണ് പുസ DST-1ഉം DRR 100 കമലയും. ഇത് രണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നോക്കി സക്സസ് ആയി. ഇനി ഈ വർഷം മുതൽ ഈ വർഷം മുതൽ അത് വ്യാപകമായി കൃഷി ചെയ്യാൻ ആരംഭിക്കും എന്നുള്ളതാണ് പുതിയ വാർത്തയിലുള്ളത്. ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്താണ് മെച്ചം? എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളവും ക്ഷാരഗുണവുമുള്ള കൃഷിയിടങ്ങളിൽ 10 മുതൽ 30% വരെ അധികം വിളവ് നൽകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേന്മ ആയിട്ട് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ പുതിയ വിത്തിനങ്ങൾ 2 വന്നു. അത് വികസിപ്പിച്ചത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത്തരത്തിൽ ജനിതക എഡിറ്റിംഗ് നടത്തി നെല്ലിന്റെ ജനിതക എഡിറ്റിംഗ് നടത്തി പുതിയ വിത്തിനം വികസിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ഡോക്ടർ ഡി സജിത് ബാബു നിയമിതനായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രധാന ചുമതല എന്താണ്? സംസ്ഥാന ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ട ചുമതലയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതാരാണ്? നമ്മൾ ആ ലൈവ് ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ലൈവ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പോവാം. മനീഷ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ ശേഷാദ്രിനാഥനാണ് അല്ലെ? എൻ ശേഷാദ്രിനാഥനായിരുന്നു സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് അല്ലെ? അപ്പോ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്താണ്? ചീഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെ? ചീഫ് ഇലക്ഷൻ ഓഫീസർ. ആ പദവി എന്നുള്ളത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. ആരെ? മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇത് രണ്ടും 2 പോസ്റ്റാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കേന്ദ്രവും ഒന്ന് സംസ്ഥാനവും നോക്കുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന ഒരു ഓഫീസർ ആണെന്ന് വിചാരിക്കില്ല. അങ്ങനെയാണ്. കേന്ദ്രമാണ്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സിഇഒയെ നിയമിക്കുന്നത് അല്ലെ? ചീഫ് ഇലക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അത്. അങ്ങനെയാണെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ? സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് അല്ലെ? ഗവർണറാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രധാന ചുമതല നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട്, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അതായത് ഗവർണർ നിയമിക്കുന്ന
മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രധാന ജോലികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം കണ്ടക്ട് ചെയ്യുക? ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കണ്ടക്ട് ചെയ്യുക? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അല്ലെ, കോർപ്പറേഷൻ, അത്തരത്തിലുള്ള അല്ലെ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് എൻ ശേഷാദ്രിനാഥൻ കൈകാര്യം ചെയ്യുക. പിന്നെ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ രണ്ട് തസ്തികയാണ്. രണ്ട് തസ്തികയും ഈ ഒരു 2-3 ആഴ്ചത്തെ ഇടവേളകളിലാണ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കാൻ ഓർക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗവർണർ നിയമിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞു അല്ലെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് നമ്മുടെ ഗവർണർ നിയമിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയോടെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ, പോലീസ് മെഡലുകൾ, അങ്ങനെ പല മെഡലുകൾ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മെഡലുകൾ നമ്മളൊന്ന് നോക്കി വെക്കുകയാണ്. രാഷ്ട്രപതിയുടെ സൈനിക മെഡൽ, അതില് മലയാളിയായ മേജർ തരുൺ വാസുദേവ്, അദ്ദേഹത്തിന് ശൗര്യ ചക്ര ലഭിച്ചു അല്ലെ. നമ്മൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർ തരുൺ വാസുദേവ് ശൗര്യ ചക്ര നേടി. രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകളാണ്. പിന്നെ 36 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. 9 പേർക്ക് കീർത്തി ചക്ര ലഭിച്ചിട്ടുണ്ട്. ഇനി തരുൺ വാസുദേവിന് എന്തിനാണ് ഈ ഒരു ശൗര്യചക്ര ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ അതിർത്തി വഴിയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധീരത, അതിൽ ആണ് അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രപതിയുടെ സൈനിക മെഡൽ ശൗര്യചക്ര ലഭിച്ചത്. ഇനി രാഷ്ട്രപതിയുടെ മെഡലുകളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2 സമയങ്ങളിൽ മെഡലുകൾ നൽകും അല്ലെ. ഒന്ന്, യുദ്ധമുണ്ടാകുന്ന സമയത്ത് നൽകുന്ന മെഡലുകൾ ഒരു കാറ്റഗറി മെഡലുകളാണ്. ഇനി യുദ്ധമില്ലാതെ സമാധാനം എന്നുള്ള സമയത്ത് നൽകുന്നത് മറ്റൊരു കാറ്റഗറി മെഡലുകളാണ്. അങ്ങനെ 2 വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. ഇനി നമ്മളിപ്പോ പറഞ്ഞു ശൗര്യചക്ര പറഞ്ഞു, കീർത്തി ചക്ര പറഞ്ഞു അല്ലെ, അശോക ചക്ര. ഇതെല്ലാം സമാധാനമുള്ള സമയത്ത് നൽകുന്ന രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകളാണ്. രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ സമാധാന അന്തരീക്ഷമുള്ളപ്പോൾ, യുദ്ധമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ അശോക ചക്ര, ശൗര്യചക്ര, കീർത്തി ചക്ര എന്നീ മെഡലുകൾ നൽകുന്നത്. ഇനി യുദ്ധമുള്ള സമയത്താണെങ്കിൽ പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര എന്നുള്ള കാറ്റഗറിയിലാണ് മെഡലുകൾ നൽകുക. ഇനി രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതി ഏതാണ്? രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായിട്ട് അറിയപ്പെടുന്നത് ഏത് മെഡലാണ്? രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായി അറിയപ്പെടുന്നത് ഏത് മെഡലാണ്? രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതി ഏതാണ്? കീർത്തി ചക്രയല്ല, പരംവീർ ചക്രയാണ് അല്ലെ. പരംവീർ ചക്രയാണ് രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകളിൽ ഏറ്റവും ടോപ്പായിട്ട് ഉള്ളത്. അത് യുദ്ധസമയത്ത് നൽകുന്ന ഒരു മെഡലാണ്. ഓക്കെ, സമാധാന സമയത്തിന്റെ കാറ്റഗറി അശോക ചക്ര, ശൗര്യ ചക്ര,
അതിനുശേഷമാണ് കീർത്തി ചക്ര വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഈ മെഡലുകൾ നൽകുന്നത് അസാധാരണമായിട്ടുള്ള ധീരത കാണിക്കുന്നവർക്കാണ് കേട്ടോ. അസാധാരണമായിട്ടുള്ള ധീരത അവരുടെ ആ ഒരു കർമ്മത്തിൽ കാണിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള മെഡലുകൾ നൽകുന്നത്. ഇനി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കേരളത്തിൽ നിന്ന് അർഹനായിരിക്കുന്നത് SP ശശിധരൻ ശങ്കർ എഴുത്തച്ഛനാണ്. ശശിധരൻ ശങ്കർ എഴുത്തച്ഛനാണ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തി വെക്കാം. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു അസാധാരണമായിട്ടുള്ള ധീരത കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ യുദ്ധമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ധീരത കാണിക്കുക എന്നുള്ളൊരു ചോദ്യം നമുക്ക് വേണേൽ ചോദിക്കാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാവും അല്ലെ. ടെററിസ്റ്റ് അറ്റാക്കുകൾ, രക്ഷാപ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ധീരത കാണിക്കുന്നവർക്കാണ് യുദ്ധമില്ലാത്ത സമാധാനമുള്ള സമയത്ത് ഈ മെഡലുകൾ നൽകുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കാണിക്കുന്ന ധീരതയ്ക്കാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ ആരാണ്? രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലെ, രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡലുകളും നിർണയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അടുത്തത് ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. അതായത് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഔദ്യോഗികമായിട്ട് 3 US സംസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ആണെന്ന് ഔദ്യോഗികമായിട്ട് 3 US സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, മസാച്യൂസെറ്റ്സ് അല്ലെ. ഈ 3 സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യക്കാർ അധികമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ആ സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇതോടൊപ്പം ചേർത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങാനും ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇനി അടുത്തത് മറ്റൊന്നാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ മൗണ്ട് എറ്റ്ന എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിപർവ്വതം പുകയുകയും അതിന്റെ ലാവ ഒഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലാണ് ഈ മൗണ്ട് എറ്റ്ന എന്നുള്ള പറഞ്ഞ ഈ അഗ്നിപർവ്വതം ഉള്ളത്. ഇറ്റലിയിലെ സിസിലി ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച അവിടെ ഇറ്റലിയിലേക്കുള്ള കുറെ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്യേണ്ടി വന്നു. കാരണം അതിൽ നിന്നുള്ള പുകയും പൊടിപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പടർന്ന് വിസിബിലിറ്റി കുറഞ്ഞതിനാൽ പിന്നെ ഫ്ലൈറ്റുകളൊക്കെ സഞ്ചരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ വലിയ വാർത്തയായിട്ട് വന്നിട്ടുമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായി ഇറ്റലിയിലെ സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറ്റ്ന. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സജീവ അഗ്നിപർവ്വതം ഉണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സജീവ അഗ്നിപർവ്വതം ഉണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏതെങ്കിലും സജീവ അഗ്നിപർവ്വതം ഉണ്ടോ? ഒന്ന് ആൻസർ ചെയ്യണേ. ഏതെങ്കിലും സജീവ അഗ്നിപർവ്വതം ഉണ്ടോ? ഉണ്ട് അല്ലെ. ഹൃദ്യ പറഞ്ഞിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ അങ്ങനെ ഒരു സജീവ അഗ്നിപർവ്വതം ഉണ്ട്. അതിന്റെ പേരെന്താണ്? ബാരൻ അഗ്നിപർവ്വതം അല്ലെ. ബാരൻ അഗ്നിപർവ്വതം. ഇത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ബാരൻ എന്ന് പറഞ്ഞാൽ തരിശായിട്ടുള്ള എന്നർത്ഥം അല്ലെ. ജനവാസം ഇല്ലാത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഒരു അഗ്നിപർവ്വതമാണ് ബാരൻ അഗ്നിപർവ്വതം. ഓക്കെ, ഇനി സജീവമല്ലാത്ത അഗ്നിപർവ്വതം ഇന്ത്യയിലുണ്ടോ? സജീവമല്ലാത്ത അഗ്നിപർവ്വതം ഇന്ത്യയിൽ ഉണ്ടോ? സജീവമല്ലാത്തത്, നിർജീവമായ. ഓക്കെ, അത് സുനീറ ഒരു
കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഏഷ്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരൻ അഗ്നിപർവ്വതം. ഓക്കെ, അതും കൂടെ ഒരു പോയിന്റ് ആണ്. സൗത്ത് ഏഷ്യയിലെ ഏക പിന്നെ സജീവ അഗ്നിപർവ്വതമാണ്. സുനീറയാണത് ഓർമ്മിപ്പിച്ചത്. ആൻഡമാൻ നിക്കോബാറിലാണ് ബാരൻ സ്ഥിതി ചെയ്യുന്നത്. അത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏക സജീവ അഗ്നിപർവ്വതമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചത് നിർജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടോ? നിർജീവമായിട്ടുള്ള അഗ്നിപർവ്വതം ഇന്ത്യയിൽ ഉണ്ടോ? നിർജീവമായിട്ടുള്ള അഗ്നിപർവ്വതം. യൂട്യൂബ് ലൈവ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിർജീവമായിട്ടുള്ള അഗ്നിപർവ്വതം ഉണ്ട് അല്ലെ? ഏതാണ്? അതും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ തന്നെയാണ്. നാർക്കോണ്ടം എന്നുള്ളതാണ് പേര്. നാർക്കോണ്ട അഗ്നിപർവ്വതം. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. 2 പോയിന്റ്, ജസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു പോയിക്കാണ് കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ജസ്റ്റ് 2 പോയിന്റുകളാണ്. ഡോക്ടർ എം ലീലാവതി രചിച്ച ഏറ്റവും പുതിയ പുസ്തകമാണ് ഭാരത ലോകം എന്നുള്ളത്. ഭാരത ലോകം ഡോക്ടർ എം ലീലാവതി രചിച്ച പുസ്തകമാണ്. ഇത് പ്രകാശനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. എം ലീലാവതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച, പത്മശ്രീ ലഭിച്ച ഒരു നിരൂപകയും അധ്യാപികയും സാഹിത്യകാരിയൊക്കെയാണ്. അപ്പോ ഡോക്ടർ എം ലീലാവതി രചിച്ച പുതിയ ഗ്രന്ഥമാണ് ഭാരത ലോകം. പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഭാരത ലോകം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ഡോക്ടർ ലീലാവതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, കാവേരി നദീജല തർക്കമാണ് അല്ലെ? കാവേരി നദീജല തർക്കമാണ്. അതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബന്ദ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? ഹർത്താലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, കാവേരി നദീജല തർക്കം ഏതെല്ലാം സംസ്ഥാനങ്ങൾ മായി ബന്ധപ്പെട്ടതാണ്? ഏതെല്ലാം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കാവേരി നദീജല തർക്കം എന്ന് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജല തർക്കം രൂക്ഷമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോ എന്താണ് കാവേരി നദീജല തർക്കം എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാല്, കാവേരി നമുക്കറിയാം അല്ലെ? കാവേരിയുടെ ഉത്ഭവം എവിടെയാണ്? കാവേരി നദിയുടെ ഉത്ഭവം കാവേരി നദിയുടെ ഉത്ഭവം കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ? കർണാടകയിലെ തലക്കാവേരിയിലാണ് അല്ലെ? തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയുടെ ഒഴുകി തമിഴ്നാട്ടിലൂടെ പോയി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് കാവേരി നദി. ഓക്കെ, അപ്പോ ഈ കാവേരി നദി പിന്നെ കർണാടകയിലൂടെ ഒഴുകി വരുന്നു, അത് തമിഴ്നാട്ടിലൂടെ പോകുന്നു. അപ്പോ ഈ 2 സംസ്ഥാനങ്ങൾക്കും ഇതിലെ ജലത്തിന് ഉടമസ്ഥാവകാശമുണ്ട് അല്ലെ? അങ്ങനെ ഉടമസ്ഥാവകാശമുണ്ട്. പക്ഷെ ഈ കർണാടക പറയുന്നത് അവർക്ക് കൂടുതൽ വെള്ളം വേണം അല്ലെ? കൂടുതൽ ജലം അവർക്ക് വേണം, കൂടുതൽ ഡാമുകൾ ഈ നദിയിൽ ഉണ്ടാക്കണം എന്നൊക്കെയാണ് കർണാടക ഉന്നയിക്കുന്ന വാദങ്ങൾ. പക്ഷേ തമിഴ്നാട് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഈ ഒരു നദീജലം ഇവർ ഉപയോഗിച്ചു വരികയാണ്, അതിൽ നിന്ന് കുറവ് വരുത്താൻ പാടില്ല. അങ്ങനെ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലെ കൃഷിയെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെ പറയുന്നു തമിഴ്നാട്. ഓക്കെ, അങ്ങനെ അവർ രണ്ടും അങ്ങനെ രൂക്ഷമായിട്ടുള്ള ജലത്തിനെ കുറിച്ചുള്ള തർക്കം അങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നീട് അതിനുവേണ്ടി ഒരു ട്രൈബ്യൂണലിനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും ഈ കർണാടക പറയുന്ന അവർക്ക് കൂടുതൽ ജലം വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ലാസ്റ്റ് സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കണക്ക് പ്രകാരം കർണാടകയ്ക്ക് ഇത്ര, തമിഴ്നാടിന് ഇത്ര, കേരളത്തിന് ഇത്ര, പോണ്ടിച്ചേരിക്ക് ഇത്ര എന്ന് പറഞ്ഞ ഒരു സമവായമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് തമിഴ്നാടും കർണാടകയുമാണ് ഈ കാവേരി നദീജല തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 or 3 സംസ്ഥാനങ്ങളൊക്കെ തമ്മിൽ നദീജലത്തെ കുറിച്ച് തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭരണഘടന ആർട്ടിക്കിൾ ഉണ്ട്. അതേതാണ്? ഇത്തരത്തിലുള്ള നദീജല തർക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ.
ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടന ആർട്ടിക്കിൾ. ഭരണഘടനയിൽ ഈ ഇത്തരത്തിലുള്ള നദീജല തർക്കങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 262. ഓക്കെ, ആർട്ടിക്കിൾ 262 ആണ്. നദീജല തർക്കങ്ങളിൽ കറക്റ്റ് ആണ് സുനീറ, കറക്റ്റ് ആൻസർ പറഞ്ഞു. 262. നദീജല തർക്കങ്ങളിൽ പാർലമെന്റിന് നിയമം പാസാക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 262. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, കാവേരി നദീജല തർക്കം, തമിഴ്നാട്, കർണാടക, ആർട്ടിക്കിൾ 262 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് എന്നതുകൂടി ഓർക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവാണേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി അല്ലെ. കേരള എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കേരളം എന്ന് ആക്കാൻ വേണ്ടി ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. അവിടെ നിന്ന് പാസ്സായി, രാജ്യസഭയിൽ വന്നു, രാജ്യസഭ പാസ്സായി, പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി, അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി കേരളമായിട്ട് അറിയപ്പെടും. അതിനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പോലും കേരളം എന്നാണ് ഇനി മുതൽ അങ്ങനെ ഒരു തീയതിക്ക് ശേഷം വരുന്നത്. ഓക്കെ, അത് സുനീറ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ. ഞാൻ അത് കറക്റ്റ് നോക്കിയിട്ടില്ല, അതൊന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തെ കേരളമാക്കി മാറ്റുകയാണ്. അങ്ങനെ ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആഭ്യന്തര സഹമന്ത്രിയാണ് നിത്യാനന്ദ റായ് അല്ലെ. നിത്യാനന്ദ റായ് ആണ് ആ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2026 ഓഗസ്റ്റ് 11 ലോക്സഭ അത് പാസാക്കി. പിറ്റത്തെ ദിവസം 12-ാം തീയതി രാജ്യസഭയും അത് പാസാക്കി. 2 ദിവസത്തിന് ശേഷം 14-ാം തീയതി രാഷ്ട്രപതി ഇത് അംഗീകരിച്ചു. ഇനി ഇത് നിയമം നിലവിൽ വരുന്നത് എന്നാണ് എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കും. അതിനുശേഷം കേരള എന്നത് കേരളം ഔദ്യോഗികമായി കേരളം ആയി മാറും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോക്സഭ പാസാക്കിയ ദിവസം ഏതാണ്, രാജ്യസഭ പാസാക്കിയ ദിവസം ഏതാണ്, രാഷ്ട്രപതി അംഗീകരിച്ച ദിവസം ഏതാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയാം. പിന്നെ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് നിത്യാനന്ദ റായ് ആണ്, ആഭ്യന്തര സഹമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണേ. സമയം കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ വേഗം അടുത്തതിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തില് പ്രധാനമന്ത്രി സപ്തധാര എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് ഈ സപ്തധാര എന്ന് പറയുന്നത്? അതൊരു പദ്ധതിയല്ല. അതെന്താണ്? രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് സംഭാവന ചെയ്യുന്ന 7 കാര്യങ്ങളെയാണ് പ്രധാനമന്ത്രി ഇതുമായി ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലെ. 7 കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് സംഭാവന ചെയ്യുന്ന 7 കാര്യങ്ങൾ. അത് ഏതെല്ലാമാണ്? അത് 1 നിർമ്മാണ മേഖലയാണ്, 2 കൃഷിയും ഭക്ഷ്യോൽപ്പന്നങ്ങളുമാണ്, 3 സാങ്കേതിക വിദ്യയും നൂതന ആശയങ്ങളുമാണ്, 4 ഗതിശക്തിയാണ്. ഗതിശക്തി എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി അല്ലെ, റോഡ് പോലുള്ള കണക്ടിവിറ്റി, റോഡ് ഗതാഗതം, ജലഗതാഗതം, അതുപോലെയുള്ള കണക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഗതിശക്തി എന്നതുകൊണ്ട്. അടുത്തത് പ്രതിരോധ ശേഷി ആണ്. ഇന്ത്യക്ക് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അത് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് സംഭാവന ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ഹരിത നീല സമ്പദ് വ്യവസ്ഥ, അതായത് നമ്മുടെ ബയോ എന്താ പറയാ ഹൈഡ്രജൻ ഫ്യൂവല്, അത്തരത്തിലുള്ള ഫ്യൂവൽ സംഗതികളാണ് ഉദ്ദേശിക്കുന്നത് ഹരിത നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ സോഫ്റ്റ് പവർ, അതായത് സാംസ്കാരികവും നയതന്ത്രപരവുമായിട്ടുള്ള സ്വാധീനം അല്ലെ. പല രാജ്യങ്ങളുമായിട്ടുള്ള വളരെ മികച്ച ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ മോഡി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ സമഗ്ര വികസനം സാധ്യമാകും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 7 ദേശീയ ശക്തികളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന സപ്തധാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2026 ആഗസ്റ്റ് 15 നടന്നിട്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ ഭാഗമാണ്.
ഇതിനു മുമ്പ് പല സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിലും പല പ്രത്യേക ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ആസാദി കാ അമൃത് മഹോത്സവ്, പിന്നെ ആത്മനിർഭർ ഭാരത്, അത്തരത്തിലുള്ള വികസിത് ഭാരത് സങ്കല്പ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ വേർഡിങ്സ് പല സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ടേമുകൾ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് അല്ലെ. ആ ഒരു ടേം വെച്ചിട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോ ഇപ്രാവശ്യത്തേത് ഈ സപ്തധാരയാണ് പ്രധാനപ്പെട്ടത്. അത് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് സംഭാവന ചെയ്യുന്ന 7 സെക്ടറുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2047ഓടെ ഇന്ത്യ വളരെ വലിയൊരു മികച്ച രാജ്യമായി മാറും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പറയുന്നത്. അപ്പൊ ഈ പ്രാവശ്യം പുതിയ പദ്ധതികളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലെ. ഇന്നത്തെ പത്രത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ഹൈക്കോടതിയിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ടാർജറ്റ് ബാച്ചുകൾ കേരള PSC ടോക്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഓർമ്മിക്കാനുള്ള കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ വേഗം നോക്കുന്നു. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്, ഓഗസ്റ്റ് 8 കിറ്റ് ഇന്ത്യ ദിനമാണ്, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമാണ്, ഓഗസ്റ്റ് 10 ലോക സിംഹ ദിനമാണ്, ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്, ലോക ആന ദിനമാണ്, ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം, ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയി എന്നുള്ളൂ കേട്ടോ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന്റെ ഒരു പുതിയ ആത്മകഥ അല്ലെ ഇറങ്ങിയിട്ടുണ്ട്. ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നുള്ളതാണ് അതിന്റെ പേര്. അപ്പോ മുൻ രാഷ്ട്രപതിയാണ്, അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ബുക്കാണ്. അപ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു, ബീഹാർ ഗവർണർ ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്നതിന് തൊട്ടു മുമ്പ്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതി ഭവനായിട്ടുള്ള 5 വർഷങ്ങളുടെ അനുഭവം, രാഷ്ട്രപതിയായിട്ടുള്ള 5 വർഷത്തെ അനുഭവമാണ്. പിന്നെ സാധാരണ ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഇന്ത്യയുടെ പരമോന്നത പൊസിഷനിലേക്ക് എത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് അല്ലെ. ഉത്തർപ്രദേശിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, അടുത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ആകാൻ വനിതകൾക്ക് ഒരു അവസരമുണ്ട്. അപ്പൊ അതിന്റെ ബാച്ചിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഇനി വേഗം അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ആശ്വാസ കിരണം പദ്ധതിയാണ്. ആശ്വാസ കിരണം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രമായിട്ടുള്ള അസുഖം ബാധിച്ച് പിന്നെ കിടപ്പിലായി പോയിട്ടുള്ളവരുണ്ട് അല്ലെ. അവർക്ക് കൂട്ടിരിപ്പിന് അല്ലെങ്കിൽ അവരുടെ സഹായത്തിനൊക്കെ ഒരാള് വീട്ടിലെ ആള് തന്നെയാണെങ്കിലും ഒരാള് കൂടെ ഉണ്ടാകണം എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പൊ അവർക്ക് ഒരു പ്രതിമാസം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ആശ്വാസ കിരണം പദ്ധതി. അത് നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആയിരുന്നു. അതിന്റെ പ്രതിമാസ ധനസഹായം 1000 രൂപയായി വർദ്ധിപ്പിച്ചു. എത്ര രൂപയായിരുന്നു നിലവിൽ എന്ന് അറിയാമോ? നിലവിൽ അത് എത്ര രൂപയായിരുന്നു? 600 രൂപയായിരുന്നു. 600 രൂപ 1000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 1000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. ഓക്കെ, രമേശ് കറക്റ്റ് ആൻസർ പറഞ്ഞു, സാനു കറക്റ്റ് ആൻസർ പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു? 600 ആയിരുന്നു, അത് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അത് ഈ ആഴ്ച വന്നൊരു കാര്യമായിരുന്നു. ആശ്വാസ കിരണം പദ്ധതി 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. ടാറ്റ സൺസിന്റെ ചെയർമാൻ പദവി രാജിവെച്ച് വാർത്തകളിൽ നിറഞ്ഞ ഒരാളാണ് N ചന്ദ്രശേഖർ അല്ലെ. അപ്പൊ ടാറ്റ കുടുംബവുമായിട്ട് രക്തബന്ധമോ വിവാഹബന്ധമോ ഒന്നും കൂടാതെ ആ ടാറ്റ സൺസിന്റെ ആദ്യ ചെയർമാനായി
ചെയർമാൻ ആയ ആളാണ് എൻ ചന്ദ്രശേഖരൻ. അദ്ദേഹം ആ പദവി രാജിവെച്ചു എന്നുള്ളതാണ്. ആ പദവി രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെ വാർത്തയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നോക്കി നമ്മൾ പോകുന്നു. ഇനി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസ് സ്മാർട്ട് ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. PSC ടോക്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. വന്ദേ മാതര ബിൽ അല്ലെ, വന്ദേ മാതര ബിൽ ഇപ്പോഴത്തെ ഒരു വിവാദ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ അതിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2026 ആഗസ്റ്റ് 11-നാണ് അല്ലെ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയ്ക്ക് തുല്യമായിട്ടുള്ള നിയമ പരിരക്ഷ നൽകുകയാണ്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ വന്ദേ മാതരത്തെ ബഹുമാനിക്കാത്തവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കും. അത്തരത്തിലുള്ള ഒരു നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ ബില്ലിന് അംഗീകാരം നൽകി കഴിഞ്ഞു, രാഷ്ട്രപതി അംഗീകാരം നൽകി കഴിഞ്ഞു. അപ്പൊ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയ്ക്ക് നൽകുന്ന എല്ലാ ബഹുമാനവും ഈ ദേശീയ ഗീതത്തിനും നൽകണം. ഇനി ദേശീയ ഗീതം നിലവിൽ വന്നത് ഏത് വർഷം മുതലാണ്? ദേശീയ ഗീതം നിലവിൽ വന്നത് ഏത് വർഷം മുതലാണ്? ദേശീയ ഗീതം അല്ലെ, ദേശീയ ഗീതം വന്ദേ മാതരം നിലവിൽ വന്നത് ഏത് വർഷം മുതലാണ്? ദേശീയ ഗീതം നിലവിൽ വന്നത് ഏത് വർഷം മുതലാണ്? 1950 അല്ലെ. മാസം പറയുകയാണെങ്കിലോ 1950 കറക്റ്റ് ഡേറ്റ് 1950 ജനുവരി 24 അല്ലെ. 1950 ജനുവരി 24-നാണ് ദേശീയ ഗീതം നിലവിൽ വന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് എഴുതിയത് ആരാണ്? ദേശീയ ഗീതം എഴുതിയത്, വന്ദേ മാതരം എഴുതിയത് ആരാണ്? വേഗം പറയണേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. വേഗം പറയുക. ബങ്കിം ചന്ദ്ര ചാറ്റർജി എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഇനി ഇത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത്? കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത്? കൊൽക്കത്ത സമ്മേളനമാണ്. 1896-ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത്. അത് ആലപിച്ചത് ആരാണ്? ആലപിച്ചത് ആരായിരുന്നു? വേഗം രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊന്ന് ഓപ്പറേഷൻ ഗ്രിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളികൾ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, കൊലവിളികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതോടനുബന്ധിച്ച് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഗുണ്ടകളെ പിടിക്കുക, ക്രിമിനലുകളെ പിടിക്കുക. ഇനി ഗുണ്ടകളെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാപ്പ കേസ് ഗുണ്ടകളുണ്ട് അല്ലെ, കാപ്പ കേസ് ആയി ചാർജ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇനി പിന്നെ പരോളിൽ ഇറങ്ങിയിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഈ ഒരു ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പദ്ധതിയിലൂടെ പിടികൂടാനാണ് ലക്ഷ്യമിടുന്നത്. അത് അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുൻ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും എല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കൃഷി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ് അല്ലെ. ചെറുവയൽ രാമനാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹം പാരമ്പര്യ നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനാണ്. വയനാടിന്റെ നെല്ലച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്.
ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു 6 മിനിറ്റ് ഉണ്ട്. 6 മിനിറ്റിൽ നമ്മളൊരു 10 ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ PSC എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി വരുന്ന ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കി പോകുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കണേ. 6 മിനിറ്റ് ഉണ്ട്, നമ്മൾ പെട്ടെന്ന് തീർക്കുന്നു. ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനും ശ്രദ്ധിക്കണേ. 2026 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച സപ്തധാര എന്തിനെ സൂചിപ്പിക്കുന്നു? വേഗം ഒന്ന് ആൻസർ ചെയ്തു പോണേ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സുനീറ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ അല്ലെ? സിമ്പിൾ ആണ്, നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് അല്ലെ? എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. സാനു കറക്റ്റ് ആൻസർ. ലൈവ് കാണുന്നവരൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. യൂട്യൂബ് ലൈവ് കാണുന്നവരും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. നമ്മൾ വേഗം പറഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നതിൽ സപ്തധാരയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ സപ്തധാരയിലെ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, സുനീറ കറക്റ്റ് ആൻസർ ആണ്. ഹൃദ്യ ഷബാന കറക്റ്റ് ആൻസർ ആണ്. മനീഷ കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. നീതിന്യായ ശക്തി ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഈ ഗതിശക്തി എന്ന് പറയുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആകണ്ട, ഈ റോഡ് ഗതാഗതത്തെയാണ്, കണക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തേത്, പ്രധാനമന്ത്രി അവതരിപ്പിച്ച സപ്തധാര സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നിർമ്മാണ മേഖല ഇതിൽ ഉൾപ്പെടുന്നു, കൃഷി ഭക്ഷ്യോൽപാദനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു, സാങ്കേതിക വിദ്യ നൂതനാശയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു, ഹരിത നീല സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടുന്നു. ഇതിൽ ശരിയായത് ഏതാണ്? യെസ്, ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഇതെല്ലാം ശരിയാണ് അല്ലെ? എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രയംഫ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? സാനു കറക്റ്റ് ആൻസർ. മനീഷ ഓക്കെ കറക്റ്റ് ആൻസർ ആണ്. സുനീറ കറക്റ്റ് ആൻസർ ആണ്. ഷബാന കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? രാംനാഥ് കോവിന്ദിന്റെയാണ്. രാംനാഥ് കോവിന്ദിന്റെയാണ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതാണ്, രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥയിൽ താഴെ പറയുന്നതിൽ പരാമർശിക്കാത്തത് ഏത്? പരാമർശിക്കാത്തത് ഏത്? ആത്മകഥയിൽ പരാമർശിക്കാത്തത് ഏതാണ്? ഹൃദ്യ കറക്റ്റ് ആൻസർ. മനീഷ, സാനു കറക്റ്റ് ആൻസർ ആണ്. സുനീറ കറക്റ്റ് ആൻസർ ആണ് അല്ലെ? എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? കണ്ണും പൂട്ടി നമുക്ക് കറപ്പിക്കാം. ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയിട്ടില്ലാത്തൊരു സംഗതിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പുസ DST1 DRR-100 എന്നീ പുതിയ നെൽവിത്തനങ്ങൾ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഏതാണ്? ഏതാണ്? മനീഷ കറക്റ്റ് ആൻസർ ആണ്. യൂട്യൂബ് ലൈവ് കാണുന്നവരൊന്ന് ആൻസർ ചെയ്യാൻ നോക്കണേ. സുനീറ കറക്റ്റ് ആൻസർ. ഷബാന, സാനു കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. സംസ്ഥാനത്തെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആരാണ്? സജിത് ബാബു ആണോ കുമാർ ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആകുക അല്ലെ? സജിത് ബാബു ആണ് അല്ലെ? ബാബു ആയിരുന്നു, സജിത് ബാബു ആയിരുന്നു. എ ആണ്, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, കുമാർ അല്ല, ബാബു ആണ്. ഡോക്ടർ ഡി സജിത് ബാബു. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നതിന് ശരിയായ തീയതി ദിനം ജോഡി ഏതാണ്? തീയതി ദിനം ജോഡി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി അല്ല കേട്ടോ. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 8 അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ ബി ആണ്, കൈത്തറി ദിനമാണ്
August 7. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിലെ ആശ്വാസ കിരണം പദ്ധതി പ്രധാനമായും ആരെ സഹായിക്കുന്ന പദ്ധതിയാണ്? ആരെ സഹായിക്കാനുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആൻസർ ആണ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വന്ദേ മാതരം ബിൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ ഉത്തരം ഏത്? വേഗ ആൻസർ പറഞ്ഞു. ഓക്കെ, ഹൃദയ, ശബാന, മനീഷ, സുനീറ. കറക്റ്റ് ആൻസർ അല്ലെ? ഡി ആണ്. ശരിയാണ് അല്ലെ? 3 ശരിയാണ്. ഇനി അടുത്ത ചോദ്യം ഇതിലേക്ക് പോവാം. നൈജീരിയയിലെ ലാഗോസിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 23 വനിതകളുടെ എപ്പേ വിഭാഗത്തിൽ വെങ്കലം നേടിയ മലയാളി താരമാരാണ്? സിമ്പിൾ ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അരുവികളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാസ്കേഡ് തവളകൾക്ക് അമലോപ്സ് അമ്മച്ചി എന്ന് പേര് നൽകിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി, പത്മിനി വർക്കി. ഇനി ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച US സംസ്ഥാനങ്ങൾ ഏവയാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. ന്യൂ അല്ലെ? ന്യൂ എന്ന് ഓർത്തിരുന്നാൽ മതി. ന്യൂ പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി അല്ലെ? ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ തീയതി എന്നാണ്? കേരളമാക്കാൻ ഔദ്യോഗിക അംഗീകാരം നൽകിയ തീയതി. ഔദ്യോഗികമായ അംഗീകാരം നൽകിയ തീയതി. യെസ്, ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി, ഓഗസ്റ്റ് 14-നാണ്. ഓഗസ്റ്റ് 14-നാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാർഷിക മേഖലയെ സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോ ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വരുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കി പോകാവുന്നതാണ്. അപ്പോ ശുഭരാത്രി നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.